നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ആഗോളതലത്തിൽ കോവിഡ്-19 രോഗബാധിതർ 2,70,4,676 വർദ്ധിച്ചു. ഇതിനോടകം തന്നെ 1,90,549 പേർ കോവിഡ് ബാധിച്ച് മരിച്ചു. യുഎസിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മാത്രം 2,325 പേരാണ് മരിച്ചത്. ഇതോടെ യുഎസിലെ ആകെ മരണം 49,845 ആയി. ഇതിനിടെ യുഎസ് ജനതയെ കടുത്ത തൊഴിലില്ലായ്മയിലേക്കും വിഷാദ രോഗത്തിലേക്കും തള്ളിവിട്ടിരിക്കുകയാണ് കോവിഡ്-19 എന്ന മഹാമാരി. കോവിഡ് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് മേൽ ഉണ്ടാക്കുന്ന ആഘാതം പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമാണ്. 26 ദശലക്ഷം പേരാണ് കഴിഞ്ഞ 5 ആഴ്ചയ്ക്കിടെ അമേരിക്കയിൽ തൊഴിലില്ലായ്മ സഹായത്തിനായി അപേക്ഷിച്ചിട്ടുള്ളത്. 1/6 അമേരിക്കക്കാർക്കും ജോലി നഷ്ടപ്പെട്ടതായാണ് റിപ്പോർട്ട്. 1930കളിലെ മഹാമാന്ദ്യത്തിനു ശേഷമുള്ള ഏറ്റവും മോശമായ പിരിച്ചുവിടലുകളാണ് അമേരിക്കയിൽ നടന്നുവരുന്നത്. ഇതിനിടെ ബിസിനസ്സുകളെയും ആശുപത്രികളെയും സഹായിക്കുന്നതിനുള്ള $500 ബില്യൺ പാക്കേജ് US പ്രതിനിധി സഭ പാസാക്കിയിട്ടുണ്ട്. 440 പേരാണ് കോവിഡ് ബാധിച്ച് വ്യാഴാഴ്ച മാത്രം ഇറ്റലിയിൽ മരിച്ചത്. സ്പെയിനിൽ 464 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത് ഇറ്റലിയിൽ പുതിയ ആളുകളിലേക്ക് രോഗം പകരുന്നത് പകുതിയായി കുറച്ചെന്ന് ഒരു പഠനം കണ്ടെത്തി. ലോക്ക്ഡൌൺ എടുത്തുകളഞ്ഞാൽ കേസുകൾ വീണ്ടും വർദ്ധിക്കുമെന്നും പഠനം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 25,549 പേരാണ് ഇറ്റലിയിൽ ആകെ മരിച്ചത്. 1,89,973 പേരിലേക്ക് രോഗമെത്തിയിട്ടുണ്ട്. 57,576 പേർ രോഗമുക്തി നേടി. സ്പെയിനിൽ ആകെ മരണം 22,157 ആയിട്ടുണ്ട്. ഫ്രാൻസിൽ 516 പേരാണ് 24 മണിക്കൂറിനിടെ മരിച്ചത്. UK-യിൽ 638 മരണവും റിപ്പോർട്ട് ചെയ്തു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.